ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത് 10ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയായി നടത്തിയ കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. 2022 നടന്ന ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം. Right answer is option C, മലയാളം മിഷൻ. മീശ എന്ന നോവൽ രചിച്ചത്. Right answer is option D, S. ഹരീഷ്. കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന. Right answer is option B, എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം. Right answer is option B, 1951. COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. Right answer is option A, ആരോഗ്യ സേതു. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം. Right answer is option A, തൃശൂർ. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം. Right answer is option C, ടെന്നീസ്. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ശിശു പോഷകാഹാരം, വനിതാ ശാക്തീകരണം, വായ്പാ വിതരണം. Right answer is option D, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വനിതാ ശാക്തീകരണം. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല. Right answer is option C, പത്തനംതിട്ട. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. Right answer is option A, S. സോമനാഥ്. വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം. വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം. Right answer is option C, ഡെക്കാൻ പീഠഭൂമി. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. Right answer is option C, സൗരോർജം, ജൈവവാതകവും സൗരോർജവും, കാറ്റിൽ നിന്നുള്ള ഊർജം. ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതെന്ന് കണ്ടെത്തുക. ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതെന്ന് കണ്ടെത്തുക. Right answer is option D, ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. Right answer is option A, മൗണ്ട് എവറസ്റ്റ്. മണികരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. Right answer is option D, ഹിമാചൽ പ്രദേശ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം. Right answer is option A, ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ്. Right answer is option A, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി.
ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശരേഖ. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശരേഖ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഉത്തരായന രേഖ. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, NH-44. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നുപോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നുപോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, കൊങ്കൺ റെയിൽവേ. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 1955. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഹേബിയസ് കോർപ്പസ്. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 6. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 42ാം ഭേദഗതി. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഗംഗ. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ദേശീയ ഗീതം രചിച്ചത് ആര്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 52 സെക്കൻഡ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയി, ആര്യസമാജം ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്രസൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. സന്താൾ കലാപം നടന്ന വർഷം? സന്താൾ കലാപം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 1855 to 1856.
ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ബംഗാൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, സി ശങ്കരൻ നായർ. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്ന്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 1857 മെയ് 10. ക്വിറ്റ് ഇന്ത്യ ദിനം. ക്വിറ്റ് ഇന്ത്യ ദിനം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ആഗസ്റ്റ് 9, 1942. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഓപ്പറേഷൻ വിജയ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഫസൽ അലി. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, മംഗളവനം. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, സൈലന്റ് വാലി ദേശീയോദ്യാനം. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഇടുക്കി. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ആലപ്പുഴ. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, മറയൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, എറണാകുളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, പെരിയാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, മലപ്പുറം. സംസ്ഥാനത്ത് 8നും 18നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സ്പ്ലാഷ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ ആരാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, വക്കം അബ്ദുൽ ഖാദർ മൗലവി. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, വേലുത്തമ്പി കലാപം. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ചട്ടമ്പി സ്വാമികൾ. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, മലബാർ കലാപം. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, നിജാനന്ദ വിലാസം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു?
റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ പയ്യന്നൂർ. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നതെവിടെ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി തൃശൂർ, 1936. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചതാരാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി അയ്യങ്കാളി. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി സവർണ ജാഥ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ വൃക്കകൾ. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി 1, 3. ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ജീവകം ഡി. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി നിപ്പ, എയ്ഡ്സ്. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആർദ്രം. ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏത്? ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി നൈട്രജൻ. വനനശീകരണത്തിന് കാരണമാകാത്തത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി സസ്യപരിപാലനം. ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്ന് ലഭിക്കാത്ത ഉൽപ്പന്നം ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി പെട്രോൾ. കേരളത്തിലെ മണ്ണൂത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി പ്രിയങ്ക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ കോഴിക്കോട്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 4 മാത്രം. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം? സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി പ്ലവന പ്രക്രിയ. കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ എത്ര? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 4. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം? ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 1. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു? ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സോഡിയം ബെൻസോയേറ്റ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും?
റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 4 ഇരട്ടിയാകും. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഭാരം. ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഓറഞ്ച്. ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ് ആണ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി കെൽവിൻ. നമ്മൾ 80 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത് ഈ ഒരു ക്ലാസ്സിൽ. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.